അതും ഇതും പറയാതെ എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാനെന്നുണ്ട്? കഞ്ഞിയും കിഴങ്ങും. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നല്ല കഴിക്കാനെന്തുണ്ടെന്നാണ് ചോദിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ അമ്മായി അച്ഛൻ വാസു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് തരാനുള്ള സ്ത്രീധന തുക മൊത്തം തന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിലിരിക്കും, ഓർത്തോ? ഹേ ബുദ്ധൂസേ, എന്താണ്? അത് എന്റെ അച്ഛൻ രാജനല്ല, അതൊരു വാഴയാണ്. പിന്നെ ഇത്ര നാൾ നീ എന്തു വിചാരിച്ചിരുന്നു? നിന്റെ അച്ഛൻ വാഴയല്ലെന്നാണോ വിചാരിച്ചിരുന്നു? എന്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. അതൊക്കെ നേരത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമായിരുന്നു. ഇപ്പോഴല്ല കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ അച്ഛനെ ഇഷ്ടമല്ല. ഞാൻ ഒരു ദിവസം രാത്രി എന്റെ അച്ഛനെ 1 മണിക്കൂർ സ്വപ്നം കണ്ടത്, അത് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്റെ കരണത്തടിച്ചു. സ്വപ്നം കണ്ടതിനല്ല സാറിനെ ഞാൻ കരണത്തടിച്ചത്. പിന്നെ എന്തിനാണ്? അത്രയും സമയം കിട്ടിയിട്ടും സ്ത്രീധനത്തിന്റെ കാര്യം പറയാത്തത് കൊണ്ടാണ് എന്റെ കരണത്തടിച്ചത്. വേണ്ട, എന്നോട് മിണ്ടണ്ട. ഞാൻ നിങ്ങളോട് പിണക്കമാ. സാർ ഇങ്ങ് വരൂ, ഇരിക്കൂ. ലാരത്താവളത്തിലെ ജോലി കൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് ഞാനൊരു പോത്ത് വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങളുടെ കാര്യം ഞാൻ നോക്കാം, പക്ഷേ നിങ്ങളുടെ അച്ഛന്റെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം. സാറതെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി സാറതെ.